ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അലീന കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൃഷ്ണമോള് വന്ന് അലീനയെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അലീന ചോദിച്ചു, എന്താടി നീ കാണിക്കുന്നത്? പനി പകരില്ലേ? ആ, പനി പകരണം, അതുകൊണ്ടാ ഞാൻ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ഇപ്പൊ എന്തിനാ നിനക്ക് പനി പകരേണ്ടത്? അത് പിന്നെ ബാബിത ചേച്ചി ഭയങ്കര ഭരണമാണെന്നേ. അയ്യോ, ഞാൻ മടുത്ത് പണിയെടുത്ത് കുറച്ച് നേരമേ എനിക്കിവിടെ വന്ന് കിടക്കണമെങ്കിൽ പനി പിടിക്കണം. ഓ, അതുകൊണ്ടാ ഞാൻ വന്ന് അലീന ചേച്ചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ഓ, അതിന് മാത്രം പണി ഈ വീട്ടിലുണ്ടോ? ഈ വീട്ടിലുണ്ടെന്നേ അതിന് മാത്രം പണിയെ. ചേച്ചിക്ക് ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഞാൻ ചെയ്തു മടുത്തു. ചെയ്യുന്നതിനൊരു ഗ്യാപ്പ് തരണ്ടേ? ഒരു പണി വരുമ്പം അടുത്ത പണി തരും, അടുത്ത പണി വരുമ്പം വീണ്ടും പണി തരും. അയ്യോ, ദേ ഇവിടെ ഒരു റോബോട്ടിനെ ഇറക്കുവാണെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അയ്യോ, ഞാൻ മടുത്തു. ദേ ഓരോ ദിവസം പണിയാ വെച്ചേക്കുന്നത്. നാളെ വാഷിങ്, ക്ലീനിങ്, അത് കഴിഞ്ഞ് എന്താണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അതെ, നമുക്ക് അടുത്ത പണി വരുമ്പം ഒരു സമരം ചെയ്താലോ കൃഷ്ണമോളെ? സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആലീന ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ അവൾക്ക് ഭയങ്കര സിമ്പതി. എവിടെ നിന്ന് പൊട്ടി വീണതാണെന്ന് എനിക്കറിയില്ല ഈ സിമ്പതി. ഇത്രയും നാളെ ചീത്ത വിളിച്ചില്ലേ, അതിന്റെ സ്നേഹമായിരിക്കും ഈ പ്രകടിപ്പിക്കുന്നത്. കടിച്ചു മുറിച്ച പോലെ വർത്താനം പറഞ്ഞാലേ അവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാവില്ലെന്ന് അവളുടെ വിചാരം. അതങ്ങനെ ഒരു പൊട്ടിയായി പോയി. മനസ്സിൽ സ്നേഹം വെച്ചിട്ട് വെട്ടിക്കീറുന്ന രീതിയിലാ സംസാരിക്കുന്ന അവള്. എനിക്കറിയാം മനസ്സ് നിറയെ സ്നേഹമാണെന്ന് അലീന ചേച്ചിയോട്. അപ്പൊ നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമോള് ചോദിക്കും, ഇതെന്തു പറ്റി? കരച്ചിലാണോ ചിരിയാണോ? ഇതെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഇതിപ്പോ കാണുന്നവർക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. ഇത് ഇങ്ങനെ ഒരു പൊട്ടിച്ചേച്ചി, അത് അങ്ങനെ ഒരു പൊട്ടിച്ചേച്ചി, എന്റെ ചേച്ചിമാരെല്ലാം പൊട്ടികളായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. ഓഹോ, നീ ഇപ്പം അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വന്ന് കയറിയതാണോ ഇവിടെ? സത്യം പറഞ്ഞാലേ ശരിക്കൊരു പണിയായിട്ട് വന്നതാ. ചേച്ചിയുടെ ഡ്രസ്സെല്ലാം എടുത്തോണ്ട് ചെല്ലാൻ, അലക്കാനുള്ളതെല്ലാം. എന്റെയോ? ഉടു തുണി ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്തോട്ട് ചെല്ലാനാണ് ഉത്തരവ്. അയ്യോ, വേണ്ട മോളെ, വേണ്ട കൃഷ്ണമോളെ, ഞാൻ പനി മാറിയിട്ട് കഴുകിക്കോളാം. അയ്യോ, ദൈവത്തെ ഓർത്ത് എന്നെ ചീത്ത കേൾപ്പിക്കരുത്. അനുസരിക്കാതെ എനിക്ക് വേറെ വഴിയില്ല എന്റെ അലീന ചേച്ചി. ബബിത ചേച്ചി വന്നാലേ ഈ ചോദ്യം ചെയ്യലും പറച്ചിലും ഒന്നും കാണത്തൊന്നുമില്ല. അതൊക്കെ മുഷിഞ്ഞു കിടക്കല്ലേ മോളെ. അതുകൊണ്ടല്ലേ അലക്കാന്ന് ഞാൻ പറഞ്ഞത്. എവിടെയാന്ന് വെച്ചാ പറ, ഞാൻ എടുത്തോണ്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും. പിന്നെ അനിയത്തിമാരുടെ സ്നേഹം കൊണ്ടല്ലേ അനിയത്തിമാര് അലക്കി തരാന്ന് പറഞ്ഞത്. എവിടെയാന്ന് പറ. അത് പിന്നെ അലക്കാനുള്ളത് ബാത്റൂമില് ഇട്ടിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ എന്ത് ചെയ്യുന്നു? അലക്കാനുള്ള തുണി എല്ലാം എടുത്തോണ്ട് വെളിയിലേക്ക് പോവാ. ഓക്കെ, അപ്പൊ ശരി, ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അലീനയ്ക്ക് വരുന്ന സന്തോഷം ആനന്ദക്കണ്ണീരാണോ എന്താ പറയാ, ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അലീന. അനിയത്തിമാരിങ്ങനെ 4 സൈഡിൽ നിന്ന് പരിചരിക്കുകയല്ലേ, അനിയനും അനിയത്തിമാരും ഒക്കെ ചേർന്ന്. അപ്പൊ ആ ഒരു സങ്കടം സഹിക്കാൻ വല്ലാതെ പൊട്ടിക്കരയാണ് കേട്ടോ സന്തോഷം കൊണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാതിരാത്രിയാന്ന് തോന്നുന്നേ. നമ്മുടെ വൈജി ഇങ്ങനെ എണീറ്റ് വരികയാണ്. വൈജിക്ക് എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ. വൈജി ഇങ്ങനെ എണീറ്റ് കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നു. കണ്ണാടിയിൽ തന്റെ മുഖത്തിന്റെ ആ ഒരു വികൃതമൊക്കെ ആയിരിക്കും. മുറിഞ്ഞിരിക്കുന്നു, കരിവാളിച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ വെള്ളം പിടിച്ചിങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കുക. മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് കണ്ണാടിയില് നമ്മുടെ വൈജയുടെ മുഖമില്ലേ, ആ തെളിയുന്ന കണ്ണാടിച്ചില്ലില് വെള്ളം കോരി ഒഴിച്ചിട്ട് കരയാണ്, പൊട്ടിക്കരയാണ്. എന്നിട്ട് മുഖമൊക്കെ വീണ്ടും ഒന്ന് തുടച്ചു കേട്ടോ. കാരണം വൈജയ്ക്ക് അത്രമാത്രം മനസ്സിന് അസ്വസ്ഥതയുണ്ട്. അലീന പോകുന്നുമില്ല, തന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. മക്കളാണെങ്കിൽ അലീനയുടെ സൈഡ് നിൽക്കുകയും ചെയ്യുന്നു. ഭർത്താവാണെങ്കിലോ തിരിഞ്ഞു നോക്കുന്നുമില്ല. പട്ടിക്ക് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ വൈജ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വൈജ ഫോൺ എടുത്ത് ആരോ വിളിക്കുകയാണ്. ഈ സങ്കടവും വിഷമങ്ങളും ഒക്കെ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചങ്ക് പൊട്ടി ചത്തുപോവോ ഒന്ന് ഓർത്തിട്ടാണോ എന്ന് അറിയത്തില്ല. ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് വിളിക്കുന്ന വേറെ ആരല്ല, നമ്മുടെ ശിവനെയാണ് കേട്ടോ. ശിവൻ നോക്കുമ്പോഴത്തേക്കും വൈജ ഫോൺ വിളിക്കുന്നു. ശിവൻ നല്ല ഉറക്കമാ, പാതിരാത്രിയാണെന്നേ, പിന്നെ ഉറങ്ങാതിരിക്കുവോ. അപ്പൊ ശിവൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈജ വിളിക്കുന്നു. വൈജ വിളിച്ചു, എന്താ ആവശ്യം എന്ന് അറിയത്തില്ലല്ലോ, പാതിരാത്രി ആണെങ്കിലും പെങ്ങളല്ലേ. ഫോൺ എടുത്തിട്ട് ഹലോ, എന്താടി? അത് പിന്നെ ശിവേട്ടാ, നീ എന്തിനാടി ഈ പാതിരാത്രി മനുഷ്യനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? എന്നതാ വൈജയെ, നീ പറ. അത് പിന്നെ ശിവേട്ടൻ എന്നാ ചെയ്യാ? ഓ, ഞാൻ എന്നാ ചെയ്യാണെന്നോ? ഞാൻ ഈ പാതിരാക്കി എന്നാ ചെയ്യായിരിക്കും വൈജയ്? ഞാൻ ഉറങ്ങുകയല്ലേ?
ആ, ഉറങ്ങി കാണുമായിരിക്കും അല്ലേ? ഇല്ലില്ല, ഞാനേ ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നു വൈജയ്, നീ കാര്യം പറഞ്ഞു തോലയ്ക്ക. ഓ, നിങ്ങൾക്കൊക്കെ എന്തും ആവാമല്ലോ. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം, ക്രിക്കറ്റ് കളിക്കാം, ഭക്ഷണം കഴിക്കാം. എന്റെ പൊന്നു വൈജയ, ഞാൻ ക്രിക്കറ്റ് കളിക്കുകയല്ല. ഒരു പരിഹാസം പോലും തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ? എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഈ സമയത്ത് ഞാൻ വിളിച്ചത്. എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നിങ്ങൾക്കൊക്കെ സുഖസുന്ദരം. എന്നാ ഞാൻ ഉറങ്ങുന്നില്ല. നിനക്ക് തൃപ്തിയായോ വൈജേ? നിന്റെ പ്രശ്നം എന്താ വൈജേ? അത് നീ പറ. എന്റെ പ്രശ്നം എന്താണെന്ന് ശിവേട്ടൻ അറിഞ്ഞൂടെ? എന്നെ ഈ നരകത്തിൽ കൊണ്ടിട്ടിട്ട് ശിവേട്ടനും ഗംഗേട്ടനും പോയിട്ട് എത്ര ദിവസമായി? ഞാനിവിടെ ജീവനോടെ ഉണ്ടോ? ഞാൻ എങ്ങനെ ജീവിക്കുന്നു? അങ്ങനെ എന്നതേലും ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓ, നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടല്ലേ വൈജയ വന്നത്? നിന്റെ ഭർത്താവും മക്കളും ഉള്ള സ്ഥലത്ത്. അയ്യോ, ആ നാശം പിടിച്ച ഉള്ള വീട് എന്റെ വീടല്ലെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു വീട് വേണ്ട. ശ്വാസം മുട്ടി വിങ്ങു ഒറ്റ മുറിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് അയ്യോ, വല്ലാത്തൊരു അസ്വസ്ഥത. എന്റെ മക്കൾ പോലും കുറ്റം പറയാനാ എന്റെ റൂമിലേക്ക് കയറുന്നത്. അല്ല, ഞാനിപ്പോ എന്താ വേണ്ടത്? നിന്റെ മക്കള് നിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കാണും, അതാ കുറ്റം പറഞ്ഞത്. ഓ, അത് ശരിയാ. വൈജയന്തിയുടെ ഭാഗത്ത് കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ ഭർത്താവിനും മക്കൾക്കും ആങ്ങളമാർക്കും എല്ലാവർക്കും താല്പര്യം. എടി, ഈ പാതിരാത്രി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് പറയാനുള്ള കാരണം എന്താ? അത് പിന്നെ ഞാൻ മര്യാദയ്ക്ക് എന്റെ വഴിക്ക് പോയതല്ലേ? നിങ്ങൾ ഏട്ടന്മാർ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ എന്നെ ചതിച്ചിവിടെ കൊണ്ടുവന്നിട്ടത്? പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ഞാൻ വേറെ ആരെയാ വിളിക്കേണ്ടത്? അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ? അത് പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കിവിടെ പറ്റത്തില്ല. ഞാന് പണ്ടും പറഞ്ഞിട്ടുള്ളതാ, ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ആ നാശം പിടിച്ചവള്. ദേ, ഇനി ഇവിടെ നിന്നാലേ തലപ്രാന്തെടുത്ത് ഞാൻ വല്ലതും ചെയ്തു പോകും, ഞാൻ ചത്തുപോകും. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. വൈജയ്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ എന്ത് പൊട്ടത്തരവ് പറഞ്ഞു വരുന്നത്? അതെ, ഞാൻ എന്തായാലും എന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് തടയാനായിട്ട് ഏട്ടന്മാര് രണ്ടുപേരും എന്റെ പുറകെ എഴുന്നള്ളിയേക്കരുത്. അത് പറയാനാ ഞാൻ വിളിച്ചത്. വൈജയ്, നീ എന്ത് തീരുമാനം എടുക്കുന്നത്? നീ ചുമ്മാ എടുത്തു ചാടി ഓരോ തീരുമാനം എടുക്കുക. നീ അവിടെ അടങ്ങി നിൽക്കുക. വൈജയ്, ഇവിടുത്തെ പൂർത്തി അങ്ങ് മതിയാക്കുകയാണ്. നാണം കെട്ട് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും നാണം കെട്ട് തല താഴ്ത്തി നിൽക്കാനായിട്ട്. ദേ വൈജയ്, ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം. നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. സംസാരിക്കാനും ശരിയാക്കാനൊന്നും ഒന്നുമില്ല ശിവേട്ട. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി മാറില്ല, ഒറ്റടി പിന്മാറില്ല. ഇനി അതിനൊരു മാറ്റം വരണമെങ്കില് നീ പറ. ശിവേട്ടൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓഹ്, എന്റെ പൊന്നു, എനിക്ക് കാലി വരുന്നുണ്ട്. വൈജയ്, ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വൈജ ഫോൺ കട്ടാക്കി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശിവനാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളഞ്ഞിട്ടാവും ഇപ്പോൾ ഫോണും കട്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടക്കുകയാണ്. വൈജയാണെങ്കിൽ പൊറുപറ ഇങ്ങനെ നടക്കാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. വൈജയ്ക്ക് സഹി കെട്ടു. ഇതെല്ലാം കണ്ടിട്ടെ അലീനയെ പരിചരിക്കുന്നതും അലീനയോടുള്ള സ്നേഹവും വൈജയോടുള്ള അവഗണനയും ഒക്കെ കണ്ടിട്ട് സഹി കെട്ട് ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. ഏതായാലും വൈജ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇരുന്നും നിന്നും കിടന്നും ഒക്കെ നേരം വെളുപ്പിക്കാൻ നോക്കുക. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ വൈജ നേരെ അലീനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അലീനയുടെ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും അലീന ഓർത്ത് ഇപ്പൊ ആദ്യരാത്രി എന്താന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ വന്നിട്ട് നിലത്ത് ചുരുണ്ടുകൂടി കിടന്നിട്ട് അമ്മയുടെ കട്ടില് കൈവശപ്പെടുത്തിയല്ലേ. അത് പിന്നെ മേഡം പനി വന്നപ്പോ കയറി കിടന്നത്, ഞാനിത് കൊണ്ടുപോകത്തൊന്നുമില്ല. ഓ, വേലക്കാരി വീട്ടുകാരിയായെന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരിട്ട് കാണുക. ആ പഴഞ്ചൊല്ലി വിശ്വാസമായതും അത് പ്രാവർത്തികമായതും ഇവിടെയാ. ചില വേലക്കാരികൾക്ക് അതിനുള്ള സാമർഥ്യമുണ്ട് മേഡം. അതിനുള്ള സാമർഥ്യമോ അതിനുള്ള ആഗ്രഹമൊന്നും എനിക്ക് ഇല്ല മേഡം. മേഡം മനസ്സിലാക്ക്. ഏത് ദിവസവും ഇവിടുന്ന് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നവളാ ഞാന്. നീ കുറെ നാളായല്ലോ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ പോയിക്കോളാന്ന് പറയുന്നല്ലോ, നീ ഇവിടുന്ന് എന്താടി പോവാത്തത്? പോകാൻ മനസ്സിലെങ്കിൽ ആ വിവരം നീ തുറന്നു പറയാം. അത് പിന്നെ മേഡം, ഞാൻ പോയാലും പോയില്ലെങ്കിലും മേഡത്തിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ ഒരു ഉപദ്രവത്തിനും മേഡത്തിന്റെ അടുത്ത് വരുന്നില്ലല്ലോ. ഓ ഇല്ലേ, നീ ചെയ്തെടുത്തോളം ഉപദ്രവം എന്നോട് ഈ ലോകത്ത് വേറെ ആരും ചെയ്തിട്ടില്ലടേ. ആദ്യം നീ എന്റെ ഭർത്താവിനെ വശീകരിച്ച് വശത്താക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മക്കളെ ഓരോരുത്തരെയായിട്ട് നീ വശത്താക്കി. എന്റെ വീട് നീ ഇപ്പൊ കൈക്കലാക്കി. എന്നിട്ട് നീ എന്നോട് ദ്രോഹം ചെയ്തില്ലെന്നല്ലേ? നിനക്ക് ചിരിക്കാം, നിനക്ക് ഉറങ്ങാം. പക്ഷെ നീ എന്റെ നെഞ്ചത്ത് കയറി നിന്നാ ചിരിക്കുന്നതും കരയുന്നതും നീ കിടക്കുന്നതെന്ന് ഓർമ്മ വേണം. അത് പിന്നെ മേഡം, ഞാൻ ആരുടെയും നെഞ്ചത്ത് കയറിയില്ല. ഞാൻ ആരുടെയും നെഞ്ചത്ത് കയറാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് മേഡം. എനിക്കൊരിക്കലും ശത്രു അല്ല മേഡം. മേഡം അത് മനസ്സിലാക്ക്. മേഡത്തിന് ഞാനും ശത്രു അല്ല. ഞാന് മേഡത്തിന്റെ ശത്രു ആകാൻ ഉദ്ദേശിക്കുന്നുമില്ല.
ഓ, ദേ ഈ വീട് വിട്ട് പോകുന്നതിന് നിനക്ക് ഞാൻ എത്ര ലക്ഷം രൂപ തരണം, അത് നീ പറ. അത് പിന്നെ മേഡം എനിക്ക് ഒന്നും തരണ്ട. ആ, വേണ്ടെന്ന് വെക്കണ്ട, കണക്ക് പറഞ്ഞോ, എത്ര വേണം നിനക്ക്, ഞാൻ തരാം നിനക്ക്. ദേ കണക്ക് പറഞ്ഞാലേ അവിടെയും ഇവിടെയും ഒന്നും എത്തത്തില്ല മേഡം. എന്റെ കണക്ക് തീർക്കാൻ ഒരിക്കലും മേഡത്തിന് പറ്റത്തില്ല മേഡം. അതങ്ങനെയാണ്. മുമ്പ് ഞാനത് മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ജന്മത്തിന് തീർത്താ തീരുന്ന കടമല്ല മേഡത്തിന് എന്നോടുള്ളത്. അത് ഈ ജന്മത്തിൽ തീരില്ല മേഡം. ഓ, അപ്പം നിനക്ക് പോകാൻ ഉദ്ദേശമില്ലെന്നാണ് ഇതിന്റെ അർത്ഥമല്ലേ? മേഡം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊയ്ക്കോളാം മേഡം. നീ പോകുന്നില്ലെങ്കിൽ എനിക്ക് പോണോ ഇവിടുന്ന്? നമ്മൾ രണ്ടുപേരും കൂടി ഒരു വീട്ടില് ഒന്നിച്ച് വേണ്ട എന്ന് പറഞ്ഞ് ഒന്നിച്ച് ഇറങ്ങിപ്പോയവളാ ഞാന്. എന്റെ ആങ്ങളമാരാ ഇവിടെ തിരിച്ചെത്തിച്ചത്. എന്റെ സമ്മതമില്ലാതെ ബലമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇനിയും പോകാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. അതുകൊണ്ട് നീ പറ, നീ പോകുന്നോ ഞാൻ പോണോ? അത് പിന്നെ മേഡം പോകണ്ട, ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞല്ലോ. നാളെ ഇറങ്ങി പോകാൻ പറയരുത്. ഞാൻ സുഖമില്ലാതെ ഇരിക്കുന്നവളാ. സുഖമാകണം, വിശ്രമം വേണം. ഒന്ന് രണ്ട് ജോലികളും കൂടി ബാക്കിയുണ്ട്, അത് തീർക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. അതിനെല്ലാം കൂടി നിനക്ക് എത്ര സമയം വേണം, അത് നീ പറ. എത്ര ദിവസം താമസിക്കും? അത് പിന്നെ 2 ആഴ്ച കൂടുതൽ വേണ്ടി വരത്തില്ല. അപ്പൊ 2 ആഴ്ച എനിക്ക് സമ്മതമാണ്. ഇത്രയൊക്കെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ 2 ആഴ്ചയും കൂടെ എനിക്ക് നിന്നോട് ക്ഷമിക്കാനായിട്ട് പറ്റും. ശരി എന്നാല് എന്ന് പറഞ്ഞ് നമ്മുടെ വൈജ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന പറഞ്ഞു, നിക്ക് മേഡം, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാ പറ. അത് പിന്നെ ഞാൻ പോയി കഴിയുന്നതോടെ ദേ എന്നെ മേഡം മറന്നേക്കണം. പിന്നെ ഒരിക്കലും മേഡം എന്നെ ഓർക്കരുത്. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ തിരിച്ചു വിളിച്ചേക്കരുത്. ഒരിക്കലും ഞാൻ പിന്നെ വരില്ല മേഡത്തിന്റെ മുമ്പിൽ കാണാൻ വേണ്ടി. ഒരിക്കലും എൻ്റെ മുമ്പിൽ വന്നേക്കരുത്. അത് മേഡത്തിന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കും താങ്ങാൻ പറ്റത്തില്ല. ഓ, പിന്നെ നിന്റെ പുറകെ ഞാൻ വരാനോ? എന്തിന്? എനിക്ക് നിന്റെ പുറകെ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകരുതേ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മേഡം. നീ ഒരു കാര്യം ഓർത്തോ, ഈ വീടിന്റെ പടി ഇറങ്ങിയ പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു കയറിയേക്കരുത്. ബന്ധം കൂടാൻ വന്നേക്കരുത്. പോയ വഴിക്ക് പൊക്കോണം. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോളാം. നിന്നെ കാണാതിരുന്ന മാത്രം മതി. 2 ആഴ്ച, 2 ആഴ്ച. അത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജി അവിടുന്ന് പോവാണ് കേട്ടോ. ദൈവമേ, അലീനയുടെ ചങ്ക് പൊട്ടാണ്. എന്തൊരു തള്ളയാണല്ലേ. ഇനിയിപ്പൊ നമ്മുടെ വൈജ അലീന ആ മോളെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സ്നേഹപ്രകടനമായിരിക്കും. അപ്പൊ നമ്മുടെ അലീന മൈൻഡ് ചെയ്യാൻ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പിന്നെ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബബിതയാണ് കേട്ടോ. ബബിത രാവിലെ നേരം വെളുത്ത് എണീറ്റിട്ട് ഭയങ്കര മിറ്റവടിയാണ്. മിറ്റവടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പത്രം അങ്ങോട്ടേക്ക് എറിഞ്ഞിട്ടത്. അപ്പോൾ തന്നെ പത്രവും നമ്മുടെ ബബിത എടുത്തു. പത്രമൊക്കെ എടുത്തിട്ട് തട്ടിക്കുടഞ്ഞ് എന്തൊക്കെയോ നോക്കുന്നു, വായിക്കുന്നൊക്കെ ഉണ്ട്. പത്രമൊക്കെ വായിക്കുന്ന ശീലം ഉണ്ടോ എന്തോ, നമ്മുടെ അലീനയെ കണ്ടു പഠിച്ചതാന്ന് തോന്നുന്നു. ഏതായാലും മിറ്റം അടിച്ചുകൊണ്ടിരുന്നു, പത്രം വായിക്കുന്നു. അപ്പോഴത്തേക്കാണെങ്കിലേ നമ്മുടെ ബാലചന്ദ്രൻ മേളിൽ ഇങ്ങനെ നിൽക്കുകയാണേ. മേളിൽ ബാൽക്കണി നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് അച്ഛാ എന്നൊരു ഗുഡ് മോർണിംഗ് നമ്മുടെ ബബിത കൊടുത്തു. ഏതായാലും എന്ത് നല്ല മക്കള്, നല്ല സുഖസുന്ദരമായ മക്കള്. ഏതായാലും അതൊക്കെ കണ്ട് നമ്മുടെ ബാലചന്ദ്രനെ ആസ്വദിക്കാലോ. ഇവിടെ കറണ്ട് പോയിട്ടോ, അതാണ് വെട്ടത്തിനൊരു കുറവേ. അപ്പൊ അങ്ങനെ നമ്മുടെ ബബിത മുറ്റം ഒടിച്ചു മടുത്തു കേട്ടോ. നടുവൊക്കെ ഇങ്ങനെ നടുവിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഒരു വിധത്തിലാണ് സത്യം പറഞ്ഞ അവിടെ ഇരിക്കുന്നത്. അതിൽ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീന കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിനകത്തുനിന്നൊക്കെ ഇറങ്ങി വരികയാണേ. ഇറങ്ങി വരികയാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണമോള് കുളിച്ചോ? ചൂട് വെള്ളത്തില് വിസ്തരിച്ച് ഒരു കുളി അങ്ങ് നടത്തി. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, ഉഷാറായില്ലേ? ക്ഷീണമൊക്കെ കുറഞ്ഞൊന്ന് മിടുക്കിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ഈ ബക്കറ്റും തുണിയും കൊണ്ടും എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ കഴുകാനുള്ള ഡ്രസ്സാ. 3-4 ദിവസം ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ അങ്ങോട്ട് താളം കൂട്ടുക. നടക്കത്തില്ല മോളെ, നടക്കത്തില്ല. അതൊക്കെ പനി മാറിയെന്നും ഇനി പഴയ പണിയൊക്കെ തുടർന്നും ചെയ്യാമെന്നും ഡോക്ടർ ബബിത എഴുതി പാസ്സാക്കാതെ നടക്കത്തില്ലൊന്നും. അത് പിന്നെ എനിക്ക് പനി പോയി, ജലദോഷം പോയി, മേലുവേദന പോയി, എല്ലാം പോയി. ഇപ്പം എന്റെ അത്ര ആരോഗ്യമുള്ള ഒരാൾ ഈ വീട്ടിലില്ല. എനിക്കൊന്നും അറിയണ്ട. ബാബി തേച്ചു ഓക്കെ പറഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ നോ രക്ഷ. ഒരു എക്സ്ക്യൂസും ഇല്ല. ഒരു വിധത്തില് പനിയോട് മല്ലിട്ട് തോൽപ്പിച്ച് ചാടിക്കളിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്നെ പരിപാടിയാന്ന്, ഇതേ ഇവിടുത്തെ പരിപാടിയാ എന്ന് നമ്മുടെ ബബിത പറയാണ് കേട്ടോ. ബബിത ഒരു പത്രമൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കൃഷ്ണയോ പറയാതെ ആ കട്ടിലേന്ന് ഇറങ്ങരുതെന്ന്.
അയ്യോ ഞാൻ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, എനിക്ക് പനിയില്ല. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനേ ഒത്തിരി പാടാ, സമയം എടുക്കും കേട്ടോ. അത് പിന്നെ എനിക്ക് പനി ഉണ്ടോന്ന് നോക്ക്, മാറി എന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ല എന്ന സ്ഥിതിക്ക് നിങ്ങൾ തന്നെ നോക്ക്. പനി തുടങ്ങിയ സമയത്ത് എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പണിയെടുത്തോണ്ടിരുന്ന ആളല്ലേ ഈ പറയുന്നത്. അയ്യോ ദേ ഈ നോക്ക് 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 എന്റെ പനി മാറിയെന്ന് നോക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ബബരി ഇങ്ങനെ തൊട്ട് നോക്കിട്ടോ, അപ്പം പറഞ്ഞു പനി മാറിയ പോലെയൊക്കെ ഉണ്ട്. കണ്ടോ 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 കണ്ടോ, ദേ മാറിയെന്ന് പറയാനുള്ള മടി കണ്ടോ. നിങ്ങക്ക് ഇപ്പൊ എന്നാ വേണ്ടേ, എന്നെ സ്ഥിരം കിടപ്പ് രോഗിയാക്കാനാണോ? ഒന്നും വേണ്ടേ, പനി മാറി, ഓക്കെ സമ്മതിച്ചു. എന്നാ സമ്മതിച്ചല്ലോ ബബിത മോളെ നീ. അത് സമ്മതിച്ചു, പക്ഷെ തൽക്കാലം പണിയൊന്നും തുടങ്ങാറായിട്ടില്ല, തിരിച്ചേ റൂമിലേക്ക് വിട്ടോ, ഡ്രസ്സ് ഞാൻ കഴുകിക്കോളാം. അയ്യോ മോളെ ഞാൻ കൊണ്ട് കഴുകിക്കോളാം. എന്തുവാ ഇത്, എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ. ദേ പറയുന്നത് മര്യാദക്ക് കേട്ടോണം. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണ പറഞ്ഞു, ജൂനിയർ മേഡം പറയുന്നത് അങ്ങ് കേട്ടാ മതിയെന്ന്. ദേ കൃഷ്ണേ, ദേ ഞാൻ ചുമ്മാ പറഞ്ഞതാ ബബിതേച്ചി, അലീന ചേച്ചിനെ പേടിപ്പിക്കാന്. ദേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഞാൻ പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, നേരെ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പം കിടക്കാനായിട്ട് പോയില്ലെങ്കിൽ ഇവരുടെ വായിലിരിക്കുന്ന കേൾക്കുമല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണമോലെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്തായിരുന്നു? അതെ, രോഹിത്തിനോട് റൂമിലേക്ക് ഒന്ന് വരാൻ പറയുവോ, ഒരു കാര്യം സംസാരിക്കാനാ. സീരിയസ് മാറ്ററാണോ? സീരിയസ് മാറ്ററാ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്തിനെ വിളിക്കാനായിട്ട് കൃഷ്ണമോള് സ്റ്റെയർ കയറി പോകുന്നു. അലീന അവിടെ നിൽക്കുന്നു. ബബിത അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ രൂക്ഷമായിട്ട് അലീന നോക്കുന്നത്. അപ്പം അലീന ചോദിച്ചു അപ്പോഴത്തേക്കും പൊക്കോളാൻ പറഞ്ഞു റൂമിലേക്ക് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് പോവാ നമ്മുടെ അലീന. സത്യം പറഞ്ഞാൽ ബബിതേനെ കൊണ്ട് തോറ്റു. ബബിതയാണെങ്കിൽ സ്നേഹത്തോടെ നോക്കുന്നൊന്നുമില്ല കേട്ടോ, സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല, വെട്ടി കീറി മുറിച്ചിട്ട വാക്കുകളാണ്, പക്ഷെ അതിൽ സ്നേഹം ഉണ്ടെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാകുവേ. ഏതായാലും റൂമിൽ കയറിയ ഉടനെ തന്നെ നമ്മുടെ രോഹിത് വന്നു കേട്ടോ. രോഹിത് വന്നിട്ട് എന്താ എന്നെ വിളിച്ചത്? അത് പിന്നെ എനിക്ക് 3-4 ദിവസം വെറുതെ ഇരുന്ന് എന്റെ ക്ഷീണം ഒന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ഈ ബെഡ് ഒന്ന് വിരിക്കാൻ നോക്കുമായിരുന്നു മോനെ. പുറത്തേക്ക് ഇറങ്ങി പണിയെടുക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ ചതിക്കല്ലേ, അവളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എന്റെ ചേച്ചി. അവളുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങള്. എന്താ അത്രയ്ക്ക് പ്രശ്നമാണോ? അയ്യോ അവളെ പണിയെടുക്കുകയല്ല, ദേ അവള് ഇവിടെ എന്തൊക്കെയോ വീതിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത്. അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അല്ല ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അതൊരു കാര്യമുണ്ട് മോനെ. നീ ഇങ്ങോട്ടേക്ക് വന്നേ, നീ ഇങ്ങോട്ടേക്ക് ഇരുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ രോഹിത്തിനെ അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ. കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ, എന്തോ കണ്ടിട്ടുണ്ട് നമ്മുടെ അലീന മനസ്സിൽ. അങ്ങനെ നമ്മുടെ അലീന പറയാ, അതെ കോളേജിൽ പോകുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മുടെ രോഹിത്തിന്റെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ. കാരണം കോളേജിൽ പോകുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നൊന്നും അറിയത്തില്ലല്ലോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.